ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ PB സെക്ടറിനെ പറ്റിയിട്ടാണ്, ആ ഒരു സെക്ടറിലെ കമ്പനികളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ തീരുന്ന സമയത്ത് നമുക്കൊരു സെക്ടർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ നല്ല സ്റ്റോക്കുകളെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക, ആ ഒരു കാര്യത്തിലൊക്കെ ഒരു ധാരണ കിട്ടും. അതേപോലെ തന്നെ ഫോർവേഡ് PEയുടെ ഇമ്പോർട്ടൻസ്, പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു കാര്യങ്ങളും അല്ലെ വാല്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ധാരണ കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമുക്ക് ആദ്യം ഇപ്പോൾ നമുക്ക് PB സെക്ടറിലേക്ക് കിടക്കാം. PB സെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്ക് പകരം ഇവർ സ്റ്റീൽ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നോർമൽ ബിൽഡിങ്ങുകൾക്ക് എടുക്കുന്നതിന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60% സമയം കുറച്ച് മതി ഈ ഒരു രീതിയിൽ ബിൽഡിംഗ് പണിയുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും ഈ ഒരു PEBയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കര ഫേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് PEB എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 10 to 12% ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് അടുത്തൊരു 3-4 വർഷത്തേക്ക് FY29 FY30 വരെയൊക്കെ ഈ ഒരു സെക്ടറിൽ ഈ ഒരു ഗ്രോത്ത് മൊത്തത്തിൽ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഓൾറെഡി അവിടെ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ